ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആംബിയർ സർക്യൂട്ടൽ തിയറം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് തിയറം ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ മാഗ്നറ്റിസത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറമാണ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ആംബിയർ സർക്യൂട്ടൽ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് over any closed surface is equal to mu 0 times the current enclosed by the surface. Okay, അപ്പോ ഒരു സർഫസിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള കറണ്ടിന്റെ mu 0 ടൈംസ് ആണ് എന്തെന്ന് പറയാ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഇതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ആംബിയർ സർക്യൂട്ടൽ ലോ എന്താണ് പറയുന്നത്? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ്. കണ്ടോ, ഇന്റഗ്രേഷന്റെ ചുറ്റും ഒരു ക്ലോസ്ഡ് പാത്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് ദ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറം പറയാം. ഈ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് magnetic field due to an infinitely long straight current carrying conductor. Okay, so first application എന്ന് പറയുന്നത് എന്താണ്? Magnetic field due to infinitely long straight current carrying conductor. ഓക്കെ, സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആംബിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യാം. ഇത് ഇങ്ങനെ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത്? ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം? ഈ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കണം? എൻക്ലോസ്ഡ് ആയിരിക്കണം. ഒരു ഗിവൺ സർഫസിൽ ഈ കറണ്ട് എന്തായിരിക്കണം? എൻക്ലോസ്ഡ് ആവണം. അപ്പൊ അങ്ങനെ എൻക്ലോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു സർക്കുലാർ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ലൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ആംബീരിയൻ ലൂപ്പ് എന്നാണ് പറയാ. ആംബിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പ്. ഓക്കെ, ആ ലൂപ്പിന് പറയുന്ന പേരാണ് ആംബീരിയൻ ലൂപ്പ്. ഇനി ആ ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? ഒരു ക്ലോസ്ഡ് സർക്കുലാർ പാത്തായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ് എടുത്തിട്ടുള്ളത്. തംബ് റൂൾ അനുസരിച്ച് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ്, അല്ലെ? തംബ് റൂൾ അനുസരിച്ച് ഇപ്പുറത്തെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ആ സെക്ഷൻ ഡി എന്ന് പറയുന്ന ലെങ്ത് ആണുള്ളത്. ആ സെക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ്. അപ്പൊ ദി ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ്? ഉള്ളിലേക്കാണ്, അല്ലെ? ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഡി എൽ ലെങ്ത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡി എൽ ലെങ്ത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അല്ലെ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്. ഇപ്പൊ നമ്മളൊരു സർക്കുലർ പാത്ത്, ഇപ്പൊ ഇതാണ് ഒരു ക്ലോസ്ഡ് സർക്കുലർ പാത്ത്, ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഡി എന്ന് പറയുന്ന ലെങ്ത്തിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ സെഗ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വെക്കൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ അതിന്റെ ഡയറക്ഷൻ വരയ്ക്കുക, അല്ലെ? ആ ഡയറക്ഷൻ എങ്ങനെയാ? ടാൻജന്റ് ആയിട്ട്. ആ ടാൻജന്റും എങ്ങോട്ട് തന്നെയാണ്? ഈ ബോർഡിന്റെ ഉള്ളിലേക്കല്ലേ വരുന്നതെന്ന് നോക്കി, അല്ലെ? ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് വരച്ച ആ ഡയറക്ഷനും എങ്ങനെയായിരിക്കും? ബോർഡിന്റെ ഉള്ളിലേക്ക് തന്നെയാണ്. അപ്പൊ ഡി എല്ലിന്റെ ഡയറക്ഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടാണെങ്കിൽ, ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എങ്ങനെ തന്നെയായിരിക്കും?
മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എങ്ങനെ തന്നെയാണ്, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ആണല്ലോ. അപ്പൊ ബിയും ഡിഎലും എന്താണ്, സെയിം ഡിറക്ഷനിലാണ് ആണല്ലോ. ഓക്കെ, അപ്പൊ ബിയും ഡിയും സെയിം ഡിറക്ഷനിലാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വന്നു, തീറ്റ ഇസ് ഈക്വൽ ടു 0. തീറ്റ 0 ആണ്. അങ്ങനെ തീറ്റ 0 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്താക്കാം, ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡി എൽ കോസ് 0 എന്ന് എഴുതാം. കോസ് 0 ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ. ബി ഡി എൽ കോസ് 0 എന്ന് പറഞ്ഞാൽ എത്ര, കോസ് 0 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ. അപ്പോ ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെറ്റർ പുറത്തേക്ക് എടുക്കാം. ഇനി ഇന്റഗ്രൽ ഓഫ് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ. ഇന്റഗ്രൽ ഓഫ് ഡി എൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഡി എൽ. ഡി എൽ എന്ന് പറയുന്ന ഇവിടുത്തെ ചെറിയൊരു സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ ഫുൾ സെഗ്മെന്റ് എടുക്കുമ്പോൾ എന്തുവരും, സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ നമുക്ക് എടുക്കാം. ഓക്കെ, ഈ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു 2πr. അപ്പോ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, മ്യൂ 0 ടൈംസ് ഐ. അപ്പൊ ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയില്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇക്വേഷൻ എന്ത് വരും, മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്താ ആദ്യം അപ്ലൈ ചെയ്യാം, ആംബിയർ സർക്യൂട്ടൽ തിയറം ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആംബീരിയൻ ലൂപ്പ് എടുത്തു. ആംബീരിയൻ ലൂപ്പില് ബിയുടെയും ഡി എല്ലിന്റെയും ഡയറക്ഷൻ എന്താണെന്ന് നോക്കി. രണ്ടിന്റെയും ഡിറക്ഷൻ ഒന്നായതുകൊണ്ട് അല്ലെ, സെയിം ഡിറക്ഷൻ ആയതുകൊണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മാറ്റാൻ പറ്റി. ഓക്കെ, അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ മാറ്റി. ഡോട്ട് പ്രൊഡക്റ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്ത് വന്നു, ഇന്റഗ്രൽ ഓഫ് ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ. then b into closed integral of dl is equal to mu 0 I. then b into closed integral of dl എന്ന് പറഞ്ഞാൽ circumference of the circle ആണ്. അപ്പൊ circumference of the circle 2πr വന്നു. അപ്പൊ b into 2πr is equal to mu 0 I. then b is equal to mu 0 I divided by 2πr. Okay. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക് എന്തുവരെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടൽ തിയറം ആണ്. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.